ഇന്നലെ CPM നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ പാലൊളി മുഹമ്മദ് കുട്ടി രംഗത്തെത്തി. അദ്ദേഹം ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു, സംഗതി പിടിവിട്ടുപോയി എന്നുള്ള കാര്യം. അല്ല, അദ്ദേഹം ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തിയിരുന്നു. അങ്ങനെയല്ല, സത്യം ഇതാണ് എന്ന് പറയുകയും പിണറായി പറഞ്ഞത് തെറ്റാണെന്നും അത്തരം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെന്നും പറഞ്ഞൊരു നേതാവാണ് പാലോളി. ആണല്ലോ, കാരണം അദ്ദേഹത്തിന്റെ മക്കളൊക്കെ സാധാരണക്കാരാണ്. മാത്രമല്ല വളരെ സത്യസന്ധനായ വ്യക്തിയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ജീവിച്ചാണ്. ജീവിത സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്ത സമ്പന്ന കുടുംബത്തിൽ ജനിച്ചുള്ള സ്വത്തും കൂടെ പോയ വ്യക്തിയാണ്. എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റാണ്. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി പാലോളി മുഹമ്മദ് കുട്ടിയെ പിണറായി വിജയൻ തന്നെ മുൻപിൽ നിർത്തി ചില കളികളൊക്കെ കളിച്ചിരുന്നു. പക്ഷേ പാലോളി അത് എന്നോട് അങ്ങനെ അങ്ങ് നിന്നില്ലെങ്കിലും പിണറായി വിജയന്റെ മനസ്സിൽ പാലോളിയെ മുഖ്യമന്ത്രിയാക്കി VSനെ തഴയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ VSനോളം കമ്പയർ ചെയ്യാൻ പറ്റിയൊരു നേതാവാണ് പാലോളി. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും സീനിയറായ നേതാവ്. തെറ്റ് തിരുത്താൻ എല്ലാ തരത്തിലെ യോഗ്യതയും അത് ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ് പാലോളി. മലപ്പുറത്താണ് പാലോളി ഉള്ളത്. പാലോളി പാർട്ടി സമ്മേളനത്തിന് ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും എന്നാലും അദ്ദേഹം പാർട്ടി സമ്മേളന വേദികളൊന്നും അഭിപ്രായം പറയാറില്ല. പൊതുവെ വീട്ടിൽ ഒതുങ്ങിക്കൂടി പിന്നെ വിവാദങ്ങളിൽ പുള്ളിക്ക് താല്പര്യമില്ല. വിവാദങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള സ്വഭാവക്കാരനല്ല. ആ പാലോളിക്ക് പോലും ഇന്നലെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് CPM തോറ്റത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തളിപ്പറമ്പ് പയ്യന്നൂരുമാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ പാർട്ടി ഫോറത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് അറിയാവുന്ന വ്യക്തിയാണ് പാലോളി. പക്ഷേ പാലോളി എന്തുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ പാർട്ടിയിൽ തിരുത്തൽ ചർച്ചകൾ നടക്കുന്നു. അവിടെ മറ്റ് സഖാക്കൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു ആർജവം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്നലത്തെ സംഭവത്തിലൂടെ പാലോളി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പാലോളിക്ക് അതിനുള്ള എല്ലാ അർഹതയുണ്ട്. കാരണം പാലോളി കള്ളനല്ല, കച്ചവടം നടത്തിയ ആളല്ല. അതേപോലെ തന്നെ പാലോളി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ CPMലുണ്ടായ പ്രശ്നങ്ങളാണ്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി CPM ക്ഷണിച്ചു വരുത്തിയതാണ് എന്നും അതിൻ്റെ ഇമ്പാക്റ്റാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായതെന്നും സുധാകരനെ പോലുള്ള നേതാക്കളെ CPM കുറച്ചും കൂടെ ഗൗരവത്തിലെടുക്കണമെന്നും പറയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, PK ശ്യാമള, MP ഗോവിന്ദന്റെ ഭാര്യ, അവർ രാഷ്ട്രീയ നേതാവൊക്കെ ആണെങ്കിൽ പോലും പക്ഷെ അവർ സ്ഥാനാർത്ഥിയൊക്കെ ശരിയായ നടപടി ആയിരുന്നില്ല. അത് തന്നെ TK ഗോവിന്ദൻ എന്ന വിമത സ്ഥാനാർത്ഥി, അവിടെ തളിപ്പറമ്പിൽ മത്സരിച്ച വിമത സ്ഥാനാർത്ഥിയെ മാധ്യമപ്രവർത്തകർ കടന്നാക്രമണം നടത്തി ചോദ്യങ്ങൾ ആ സമയത്ത് സ്ഥാനാർത്ഥിത്വം പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മത്സരിക്കുന്നത് MLA ആവണമെന്ന മോഹം കാരണമല്ല. തളിപ്പറമ്പിൽ മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതയും PK ശ്യാമളയ്ക്ക് ഉണ്ടാകാം. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ, അവരുടെ ഭർത്താവ് 2 തവണ MLA ആയ സീറ്റിൽ തുടർച്ചയായി ഭാര്യയെ മത്സരിപ്പിക്കും. അവർക്കെല്ലാ യോഗ്യതയുണ്ടെങ്കിലും മത്സരിപ്പിക്കുന്നത് അണികളിലും പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ട്. വേറൊരു വീട്ടിൽ നിന്ന് ഒരു MLA, ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, അങ്ങനെ വരേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞൊരു സാധനം, ഇരിങ്ങാലക്കുടയിൽ ബിന്ദു മത്സരിക്കുന്നു. അതെ, പറഞ്ഞിരുന്നു. പാർട്ടി സെക്രട്ടറി ചുമതല ഉണ്ടായിരുന്നു. അതിനും PK ഗോവിന്ദൻ പറഞ്ഞായിരുന്നു, അന്ന് ബിന്ദു മത്സരിച്ചത് CPMന്റെ സീറ്റിലല്ല, അതൊരു പിടിച്ചെടുക്കൽ, ആ സീറ്റ് പിടിച്ചെടുക്കായിരുന്നു. അതിനെ അങ്ങനെ കാണാം. ഇതങ്ങനെയല്ല. ഇത് തളിപ്പറം പറഞ്ഞ കുത്തക സീറ്റ്. ആ കുത്തക സീറ്റിൽ MV ഗോവിന്ദൻ MLA ആയിരുന്നു. ഇനി തുടർച്ചയായിട്ട് എൻ്റെ ഭാര്യ തന്നെ MLA ആകണമെന്ന് പറയാം. ഇപ്പൊ സ്ത്രീ ആക്കണമെന്ന് ആണ് തീരുമാനമെങ്കിൽ തന്നെ അവിടെ വേറെ സ്ത്രീകളുണ്ട്, എത്രയോ സ്ത്രീകൾ കണ്ണൂരിലുണ്ട്. സുകന്യ മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ KK ശൈലജയെ ഇവിടെ നിർത്തിക്കൂടെ എന്ന് പോലും പുള്ളി ചോദിച്ചു. അതിനെതിരായ വികാരമാണ് അവിടെ തളിപ്പറമ്പിലുണ്ടായത്. പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തെ കുറിച്ച് പാലോളി കൃത്യമായി തന്നെ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണമെന്ന്. അത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ നേതാവിനുള്ള അംഗീകാരമാണ്. മാത്രമല്ല, ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ ആദ്യം പുറത്താക്കി, തെറ്റ് ചെയ്തവൻ അവിടെ നിലനിർത്താൻ ചെയ്തു എന്നുള്ളത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ്. സത്യം പറഞ്ഞാൽ പാലോളി ഇന്നലെ ഇട്ടിരിക്കുന്നത് ഒരു വിപ്ലവ ബോംബ് തന്നെയാണ്. CPMലെ തിരുത്തലുകൾ അനിവാര്യമാണ്. ഈ വിപ്ലവം മറന്നുപോയ ഈ നേതാക്കന്മാർക്ക് തലയിൽ കൂടെ ഇട്ടെടുത്തൊരു ബോംബ് തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം ഇല്ലാതാക്കും. കാര്യം സംസ്ഥാന സമിതി യോഗത്തിലൊക്കെ ഇനി വളരെ രൂക്ഷമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നമ്മൾ ഇക്കാര്യത്തിൽ നിന്ന് വിശകലനം നടത്തേണ്ടതുണ്ട്. 13 മണിക്കൂറാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത്. സാധാരണ നമുക്കറിയാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്ര നേരം കാണും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നടക്കുന്നത് 11:30 നേതാക്കൾ വരും, 1 മണിക്ക് അവർക്ക് ആഹാരം കഴിക്കാൻ കാണും, ഗുളിക കഴിക്കണം, ഇവരങ്ങ് നിർത്തും. പിന്നെ ഒന്നുമില്ല, ചടങ്ങാണ് ശരിക്കും. 3 മണിക്ക് MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തും. ഇത് തന്നെയാണ് സംസ്ഥാന സമിതി യോഗം. 11 മണിക്ക് യോഗം തുടങ്ങും, ഇത് 1 മണിക്ക് തീരും, പിന്നെ 3 മണിക്ക് തുടങ്ങി 4:30 തീരും. സാധാരണ ചില സംസ്ഥാന സമിതി യോഗങ്ങളൊക്കെ 4 ദിവസമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ നടക്കുന്നത് 1.5 ദിവസമായിരിക്കും. 1.5 ദിവസം കൊണ്ട് തന്നെ സമയം വളരെ കുറവായിരിക്കും. അതായത് ആർക്കും സംസാരിക്കാൻ ഭയമുണ്ട്. അങ്ങനെ ഭയക്കരുത്, നിങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് പാലോളി
CPM-ന്റെ സംസ്ഥാന നേതാക്കളോടും പ്രാദേശിക നേതാക്കളോടൊക്കെ ആഹ്വാനം ചെയ്യുകയായിരുന്നു ഇന്നലെ. അല്ല, ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപ്പോൾ ഉണ്ടായ ഈ രൂക്ഷമായ വിമർശനം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ചർച്ച ചെയ്ത് തന്നെയാണ്. ശൈലജ ടീച്ചർ പറഞ്ഞു എന്നെ വെറുതെ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചാണ്. അപ്പോൾ അതുപോലെ പലരും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി നമ്മൾ വ്യക്തി കേന്ദ്രീകൃതമായ വിമർശനം ഉണ്ടായില്ല എന്നാണ് CPM തന്നെ ഔദ്യോഗികമായി പത്രക്കുറിപ്പിലൂടെ പറയുന്നത്. പക്ഷേ വിമർശനങ്ങളുണ്ടായി. CPM-ൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തി കേന്ദ്രീകൃതമല്ലെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയനും MV ഗോവിന്ദനും മാത്രമാണ്. ആണല്ലോ, ഒരാൾ നിയമസഭാ കക്ഷി നേതാവ്, മറ്റാൾ പാർട്ടി. ശൈലജ പറയാണ് എന്നെ നിർത്തി തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ശൈലജ പിണറായി വിജയൻ നിർത്തി തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ അത് വ്യക്തി കേന്ദ്രീകൃതം ആവുന്നുള്ളൂ. പക്ഷേ ശൈലജ ഉപയോഗിച്ച് എങ്ങനെയാണ് എന്നെ നിർത്തി തോൽപ്പിച്ചു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും പിണറായി വിജയൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ധ്വനി. അത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ കായംകുളത്ത് യു പ്രതിഭ പറഞ്ഞു എന്നെ സ്വന്തം പാർട്ടിക്കാർ കാലുവാരി. അതെ, യു പ്രതിഭ പാർട്ടിയിലെ സെക്രട്ടേറിയറ്റിലല്ല പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞു. അത് ഇത് പലരും ഇനി അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതും വിളിച്ച് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം പിണറായി ദുർബലനായി കഴിഞ്ഞു എന്ന് മനസ്സിലായ സ്ഥിതി. അത് മാത്രമല്ല, പുറത്ത് പറയുന്നതിലുപരി പാർട്ടി ഫോറത്തിൽ എന്ത് പറയുന്നുള്ളതാണ് CPM-ലെ ഏറ്റവും പ്രധാനം. പാർട്ടിക്കുള്ളിൽ എന്ത് പറയുന്നു, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുള്ളതാണ്. അതെ, ഇപ്പൊ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് അത് അവിടെ ഇല്ലായിരുന്നു. CPM സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ എന്ത് പറയും? P ജയരാജൻ പലതും പറഞ്ഞിട്ടുള്ളതാണ്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് ചിലത് പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ അച്ചടക്കത്തിന്റെ ആവശ്യകത, നേതാക്കളുടെ ദൂർത്ത്, ആഡംബര ജീവിതം എല്ലാം P ജയരാജൻ പല ഘട്ടത്തിലും ചർച്ചയാക്കിയിട്ടുണ്ട്. P ജയരാജൻ ഇനി എന്ത് പറയും? ഉറപ്പാണല്ലോ അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല എനിക്കൊന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കാമെന്നാണ് ഈ ദിവസങ്ങളിൽ. നാളെ PB കേന്ദ്ര കമ്മിറ്റി യോഗം എന്തോ ഉണ്ട്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുള്ള നേതാക്കളും ഈ പൊട്ടിത്തെറിക്ക് സജ്ജരാകുന്ന നേതാക്കൾ അവിടെയും കുറവാണ്. PK ശ്രീമതിയെ പോലെ PK ശ്രീമതി ഫേസ്ബുക്കിൽ തന്നെ എഴുതി അത് വ്യക്തമാക്കിയതുകൊണ്ട് PK ശ്രീമതിയെ പോലുള്ള ആരെങ്കിലും, ശൈലജ ടീച്ചർ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും അവരുടെ കാര്യം പറഞ്ഞ് ഒതുങ്ങുകയായിരുന്നു. അതേസമയം തളിപ്പറമ്പിലെ കാര്യമോ പയ്യന്നൂരിലെ കാര്യമോ ഇതെല്ലാം വിളിച്ച് പറയേണ്ട ഒരു നേതാവാണ് ശൈലജ. കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത്, തളിപ്പറമ്പിൽ എന്താണ്, മട്ടന്നൂർ പോലൊരു സ്ഥലത്ത് ഭൂരിപക്ഷം കുറഞ്ഞു, 300 ചില്ലറ വോട്ടിന് KV സുമേഷിനെ പോലെ ഒരാൾ ജയിച്ചു. പിണറായി വിജയന്റെ ബൂത്തിൽ പിണറായി വിജയൻ ആദ്യത്തെ 4 റൗണ്ടിൽ പിന്നിൽ പോകേണ്ടി വന്നു. ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ശൈലജയെ പോലുള്ള ഒരാൾ പറയണം. പക്ഷെ അവർ അത് പറയത്തില്ല. പറയാനുള്ള ഒരു കപ്പാസിറ്റിയോ ഗഡ്സോ അവർക്കില്ല. അതുകൊണ്ടാണ് വടകരയിലും ഇവിടെയൊക്കെ നിന്ന് ഇവർക്ക് വീരചരമം പ്രാപിക്കേണ്ടി വന്നു ഇലക്ഷനിൽ. ഇത്രയും ഭൂരിപക്ഷവും ഇത്രയും ജനപിന്തുണ ഉണ്ടായിട്ടും. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണ കാലഘട്ടം. അതായത് പാലോളിയെ പോലുള്ള നേതാക്കള് അവരെ വിരമിക്കാൻ അനുവദിച്ച് വീട്ടിലിരുത്താതെ അവരെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും എല്ലാം സജീവമാക്കിയാൽ മാത്രമേ തിരുത്തലുകൾ നടത്തൂ. തിരുത്തലിന് ആംബിയറുള്ള ആളെ ഒരിക്കലും പിണറായി അടുപ്പിക്കില്ല. അതിനുവേണ്ടിയാണ് ഈ വെട്ടിനിരുത്തലും മറ്റേ പ്രായത്തിന്റെ പേരിലുള്ള ഒഴിവാക്കലൊക്കെ നടന്നത്. അപ്പം ഞാൻ പറയുന്ന അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ പാലോളിയെ പങ്കെടുപ്പിക്കണം. പാലോളിയെ പോലുള്ള നേതാക്കളെ വരാൻ ആവശ്യപ്പെടണം. പാർട്ടി എല്ലാ കീഴ്വഴക്കങ്ങളും മറന്ന്, അല്ലെങ്കിൽ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഈ പ്രായത്തിന്റെ പേരിൽ വിരമിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ക്ഷണിച്ചു വരുത്തണം. പ്രായത്തിന്റെ പേരിൽ വിരമിച്ചു പോയ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ഇപ്പം സമിതിയിലൊന്നുമില്ല. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അവരോട് ചോദിക്കണം എന്താണ് സംഭവിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വിജയകുമാർ സംസ്ഥാന സമിതി അംഗമാണ്. അതേപോലെ പിരപ്പങ്കോട് മുരളി സാറ് പലതും തുറന്നു പറഞ്ഞതാണ്. ആ തുറന്നു പറച്ചിലുകളൊന്നും ആരും കേട്ടില്ല എന്നുള്ളതാണ്. അല്ല, അത് പാർട്ടി സെക്രട്ടറി അതിനുള്ളൊരു ധൈര്യം കാണിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം MV ഗോവിന്ദൻ മാസ്റ്റർ പിണറായി കാണുമ്പോൾ എണീറ്റിരിക്കേണ്ട അവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെ എണീറ്റ് നിൽക്കുന്ന ആളുടെ ഭാര്യയെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാനും പറ്റി. അവിടെ പിണറായി വിജയൻ തിരുത്തിയില്ല. വിശ്വസ്തനല്ലേ, വിശ്വസ്തന്റെ ഒരു സമ്മാനം ഇരുന്നോട്ടെ. നമുക്ക് കിട്ടുന്ന പോലെ മറ്റു സൈലന്റ് ആയിരിക്കുന്നവർക്കും കൊടുക്കുന്ന ഒരു സന്ദേശം. പണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഓരോ ആശ്രിതന്മാരെ വന്നേക്ക് ഓരോന്ന് പതിച്ചു കൊടുക്കുമെന്ന് പറയില്ല. അതിന്റെ വേറൊരു പതിപ്പാണ് ഇത്. കൂടെ നിൽക്കുന്നവനെല്ലാം കൊടുക്കുക, സത്യം ചൂണ്ടിക്കാട്ടുന്നവനെ ചീത്ത വിളിക്കുക. സുരേഷ് കുറുപ്പ് നമുക്ക് അറിയാലോ. സുരേഷ് കുറുപ്പിനെയാണ് സപ്പോസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് CPM പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ അവർക്ക് ഭരണം കിട്ടുമായിരുന്നു. അവർക്ക് അതേപോലെ സുരേഷ് കുറുപ്പിനെയും ഈ കമ്മിറ്റികളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും തെറ്റിദ്ധരുത്തലിന്റെ ഭാഗമായി അത് ഉൾക്കൊള്ളും. ജനങ്ങൾ അംഗീകരിക്കുന്നവന് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇത്രയും നോൺസെൻസിക്കലായിട്ട് അവർ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആളുകൾ ജനകീയ മോഹങ്ങളെയാണ് നമ്മളെല്ലാ കാലത്തും, അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ നമ്മൾ അംഗീകരിച്ചത്. ഇന്ന് നേരെ തിരിച്ചാണ്. ജനം അംഗീകരിക്കുന്നവനെ വേണ്ട, ഞങ്ങളെ ഫ്രോഡിന് കൂട്ടിയിരിക്കുന്നവനും എൻ്റെ കുടുംബത്തിന് സ്വത്തുണ്ടാക്കാൻ വേണ്ടി ഉടായ്പ നടത്താൻ പോകണം. ഈ വലിയ മണിക്കൂറുകൾ നീണ്ടിരിക്കുന്നു. ഇനി സംസ്ഥാന സമിതി എങ്ങനെ പോകുമെന്നുള്ളതാണ്. സംസ്ഥാന സമിതി ഇതേപോലെ അനിശ്ചിതമായി പോകണം. അനിശ്ചിതമായി എല്ലാവരും കാര്യം പറയണം. എന്നാൽ മാത്രമേ തെറ്റിദ്ധരുത്തൽ സാധ്യമാകും. ഇപ്പൊ തന്നെ ഈ കോൺഗ്രസിൽ ചെറിയ ഭിന്നതകളൊക്കെ അടിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ ഈ സാഹചര്യത്തിൽ CPM-ന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഇനിയും ഉണ്ട്.
ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സത്യം പറഞ്ഞാൽ പാലോളിയെ പോലുള്ളവർ പറയുന്നത് കേൾക്കുക. അല്ല, സി പി എമ്മിന് കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിന് തന്നെയാണ്, അതെ, അതിലൊന്നും ഒരു അതെ. സംശയമില്ല. പക്ഷേ അത് ഫലപ്രദമായി ഈ പാർട്ടി പറയുന്നിടത്ത് മുഴുവൻ അംഗീകരിച്ചു കൊടുക്കാൻ അണികൾ തയ്യാറല്ല. മണ്ടത്തരവും അബദ്ധവും വൃത്തികേടും തോന്നിയാസവും കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പുതിയ അണികൾ കാണിച്ചു അതെ, കൊടുത്തിരിക്കുകയാണ്. അതേപോലെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആയിട്ടുണ്ട്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അധികാരം പോകുമ്പം അതിന് കാരണമായിട്ട് വി എസ് വിരുദ്ധത എന്ന് പറയുന്നൊരു പ്രയോഗം ഇല്ലായിരുന്നു. പകരം ഇല്ല, പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ കാരണം അധികാരം പോയി എന്നുള്ളതാണ്. പക്ഷെ അത്രേ ഉള്ളൂ. പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പം അധികാരം പോകുമ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നത് പിണറായി വിരുദ്ധതയാണ്. പിണറായി വിരുദ്ധത കാരണം അധികാരം പോയെന്നാണ്. അതുകൊണ്ട് തന്നെ പിണറായി വീണ്ടും പ്രതിപക്ഷ നേതാവ് ആകണോ എന്ന് പാർട്ടി ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് മാത്രം. അതെ, എന്തായാലും ഈ ദിവസങ്ങളിൽ സി പി എമ്മിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലോളി സംസ്ഥാന സെക്രട്ടറിയിലുണ്ടായ ഈ ചർച്ചയും പാൽ മുഹമ്മദ് കുട്ടിയെ പോലെ ഏറ്റവും സമുന്നതനായ ആദരണീയനായ ഒരു നേതാവ് പാർട്ടി നിലപാടിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്.